ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് സുഖം ഉണ്ടായിരുന്നില്ല, അത് കാരണം വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തായാലും ഫിസിക്കലി പിന്നെ മെൻ്റലി ഒക്കെ ഒരു സുഖമില്ലാത്തൊരു ഇതായിരുന്നു. എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഇതിലിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഞാൻ കുക്കിംഗ് ചാനൽ എന്തെങ്കിലും വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടാൻ മതിയല്ലോ, അതൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ദൈവം അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും പോലെ തോന്നുക. അപ്പോൾ ഞാൻ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും, ഇന്നേ പോലെ പരീക്ഷണം നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ സ്വയം സമാധാനിക്കുക എങ്ങനെയാണെന്നറിയാം. നമ്മളെക്കാട്ടിലും വിഷമം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ടാവില്ലേ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളെക്കാട്ടിൽ അനുഭവിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആശ്വസിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഇതിന് ഇറങ്ങണമെങ്കിലും നമ്മളെ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെടുത്തും എനിക്ക് ഇത്ര പൈസ വേണമെന്നോ അല്ലെങ്കിൽ ഇത് വേണമെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 10-20 വർഷം ജോലി ചെയ്തിട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് നമ്മളെ സ്വന്തം എന്ന് പറഞ്ഞ പൈസയോടെയാണ് എനിക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നടക്കണത് ഇപ്പോഴും. പക്ഷേ അതിനിങ്ങോട്ട് മാനസികമായിട്ടും ഞാൻ തയ്യാറെടുത്താൽ പിന്നെ അപ്പോഴേക്കും എന്തെങ്കിലും വയ്യായ തോന്നും. പിന്നെ അതെല്ലാം നമുക്ക് പിന്നെ ഒരു ഹെൽപ്പിനൊരാൾ മുന്നിട്ട് നിറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തോളം ഉണ്ടോ എന്നും പറയാൻ ഒരാളില്ല. സത്യാവസ്ഥ അതാണ്. കുട്ടികളോടൊക്കെ പറഞ്ഞാൽ അവൻ വെച്ചാൽ ചെയ്തോളും എന്നൊക്കെ പറയും. ആരും ഇപ്പോൾ നാട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ആരും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവരോടൊന്നും നിർബന്ധിക്കില്ല. എന്തെങ്കിലും പൈസയൊക്കെ ചോദിച്ചാൽ അവർ തരും, തരായല്ല. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ അവർക്കും ഉണ്ട്. എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും ഇതായത്. അപ്പോൾ അതൊക്കെ അങ്ങനെ വിചാരിക്കും. ദൈവം എപ്പോഴും എന്താ ദുഷ്ടന്മാരുടെ കൂടെയുള്ളൂ ദൈവം നിൽക്കുക. പാവങ്ങളെ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ജോലിയുള്ള സമയത്ത് എൻ്റെ കയ്യിൽ പൈസ നമ്മൾ ആര് ചോദിച്ചാലും ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് കിട്ടാതെ തന്നെ ഓരോ കാര്യത്തിനും ഓരോരുത്തരും എൻ്റെ അടുത്ത് മേടിച്ചിട്ടൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ചോദിക്കാനും പോണില്ല. കാരണം എത്ര ആളെൻ്റെ അടുത്ത് വാങ്ങിയിട്ടറിയാം. സ്വന്തക്കാരൊക്കെ ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന ആവശ്യത്തിനാണ് ഇന്ന ആവശ്യത്തിന്. ഇപ്പം എന്നെ ആരും വിളിക്കാനും ഇല്ല, ആരും ചോദിക്കാനും ഇല്ല. ആ ഒരവസ്ഥയും. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർക്കറിയാമല്ലോ നമ്മുടെ അടുത്തൊന്നും കിട്ടാനില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ വിളിക്കുകയും ചോദിക്കുകയും അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെയാണ് ഇപ്പോൾ. എന്തായാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെറിയ രീതിയിൽ എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ ഉണ്ട്. ഞാൻ പൊതിച്ചോറൊക്കെ ഇവിടെ നിന്ന് കൊടുത്തിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് ഓടലേക്ക് പഴയ പോലെയൊക്കെ ബൈക്കിൽ 8 മണിക്ക് പോകണം, 5 മണിക്ക് വരുള്ളൂ. പിന്നെ അവിടെ പോയാൽ നമ്മൾ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അത്യാവശ്യം നന്നായി സംസാരിച്ചിട്ട് തന്നെ ക്ലാസ് എടുക്കണം. അപ്പോൾ അതിനും കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയിട്ടുമില്ല, പോവാൻ ശ്രമിക്കണമില്ല. അതാണ്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്യുന്നതോടെ ഇരുന്നാൽ മതിയല്ലോ. അതപ്പോൾ ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നണത് എനിക്ക്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇത് സെറ്റപ്പ് ആക്കാണ്ട്, എന്നാലേ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുള്ളൂ. പൊതിച്ചോറിൻ്റെയൊക്കെ ഇപ്പം ഞാൻ വിചാരിച്ചത് അത് തുടങ്ങണമെങ്കിലും ഞാൻ കൂടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ഇനി തുടങ്ങണം. കാരണം നമുക്ക് വേസ്റ്റ് ഇതൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് കാണണം, എന്നിട്ട് തുടങ്ങണം. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഒന്ന് നല്ല രീതിയിലൊന്ന് എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ജീവിച്ചോട്ടെ വെച്ചിട്ട് വിട്ടാലും മതി. അങ്ങനെ ഇവിടുന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, വയ്യായ വന്നിട്ടും മാനസികമായിട്ട് തകർന്ന് ഇതേപോലെ ഇരിക്കുന്നവർക്ക്. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു തുറന്ന് പറച്ചിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകത്തൊക്കെ പറയണമെന്ന് തോന്നും, വെറുതെ ഇരിക്കുമ്പോൾ തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വേറൊരു ചാനലുണ്ട്, മിക്കൂസ് വ്ലോഗ് 20 എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും ഒന്ന് നോക്കി നോക്കണം. അത് നല്ല 2 പെറ്റ്സിൻ്റെ ഇവിടെ ഉണ്ട്. അത് കാരണമാണ് ഞാനൊരു സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അവരുടെ കൂടെ ഉള്ള ആ ഒരു നിമിഷത്തിൽ ഞാൻ എപ്പോഴും ഷോർട്സൊക്കെ ഇടാറുണ്ട്. പിന്നെ അത് എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എന്നെ പോലെ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവരുത്.
പോലെ എന്നല്ല, നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും അപ്പം ഇനി നാളെ തൊട്ടിട്ട് ഇതേപോലെ ഓരോ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, ചെറിയ ചെറിയ വീഡിയോ ആയിട്ട്. ഓക്കെ.